മാന്യ പ്രേക്ഷകർക്ക് ക്രിക്കറ്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നലെയായിരുന്നു ഗുജറാത്തിന്റെ മത്സരം. ഡൽഹിയായിട്ടുള്ള കളി നോക്കുവാണെങ്കിൽ ഗുജറാത്ത് റണ്ണിന്റെ ഒരു മികച്ച ജയമാണ് ജയിച്ചിരിക്കുന്നത്. കളിയിലേക്ക് നോക്കുവാണെങ്കിൽ ടോസ് ലഭിച്ച ഡൽഹി ക്യാപിറ്റൽസ് ക്യാപ്റ്റൻ അക്സർ പട്ടേൽ ബോളിംഗ് എടുക്കുകയായിരുന്നു. ഗുജറാത്ത് നല്ലൊരു സുദർശനെ തുടക്കത്തിൽ നഷ്ടപ്പെട്ടു. എന്നാൽ ഗില്ലും ബട്ട്ലറും കൂടി തന്നെ ഒരു പാർട്ണർഷിപ്പ് കെട്ടുവരുത്തി. ക്യാപ്റ്റൻ ഗില്ല് അദ്ദേഹം വീണ്ടും ടോപ്പ് സ്കോറായി 70 റൺസ് അടിച്ചു. പിന്നെ ജോസ് ബട്ട്ലർ അദ്ദേഹം ഈ നല്ലൊരു ഇന്നിങ്സ് കാഴ്ചവെച്ചു. 52 റണ്ണ് 27 ബോളിൽ നിന്ന്. കൂടെ തന്നെ സുന്ദർ 32 ബോളിൽ 55. കൂടെ തന്നെ ഗ്ലെൻ ഫിലിപ്സ് 9 പന്തിൽ 14 നോട്ട് ഔട്ട്. തിവാത്തി 1 പന്തിൽ 1. ഈ നമ്മൾ അവരുടെ ബോളിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ മുകേഷ് കുമാർ 2 വിക്കറ്റ് എടുത്തു. എന്നാൽ 55 റണ്ണ് വിട്ടു കൊടുത്തു 4 ഓവറിൽ. ലുങ്കിലിങ്കിലി മാത്രമാണ് അവർക്ക് വേണ്ടി എക്കണോമിക്കലായിട്ട് പന്തെറിഞ്ഞത്. 4 ഓവർ 24 റണ്ണ് 1 വിക്കറ്റ്. ബാക്കി എല്ലാവരും ബാക്കി എക്കണോമിക് 10 മേളിലായിരുന്നു. പിന്നെ കുന്ദീപാണ് വിക്കറ്റ് എടുത്തത്. ഇപ്പൊ അവരുടെ അടുത്തേക്ക് നോക്കുവാണെങ്കിൽ ഓപ്പണിംഗ് തന്നെ പാത്തു നിസംഗ 41 അടിച്ചു. കൂടാതെ തന്നെ രാഹുൽ ഒരു മികച്ച ഇന്നിങ്സാണ് കാഴ്ചവെച്ചത്. അദ്ദേഹത്തിന് 92 റൺസ്. കൂടാതെ തന്നെ പിന്നെ വന്ന ആർക്കും അങ്ങനെ കളി വയ്ക്കാൻ സാധിച്ചില്ല. മില്ലറിനും കൂടെ മാത്രമാണ് 20 ബോളിൽ 41 റൺസ് അടിച്ചത്. അവർക്ക് അവസാനത്തെ 2 ഓവറിൽ തന്നെ അവർക്ക് 36 റൺസാണ് വേണ്ടത്. മില്ലർ അദ്ദേഹം 23 റൺസ് ആ ഓവറിൽ അടിച്ചു. പിന്നെ 13 റൺസ് മതിയായിരുന്നു. പൃഥ്വിരാജ് ആദ്യത്തെ ബോളിൽ ബൗണ്ടറി അടിച്ചു. പൃഥ്വിനെയാണ് പന്തെറിഞ്ഞത്. അദ്ദേഹം ആദ്യത്തെ ബോളിൽ ബൗണ്ടറി അടിച്ചു. പിന്നെ രണ്ടാമത്തെ ബോളിൽ അദ്ദേഹത്തിനെ ഔട്ടാക്കി പ്രസീദ് കൃഷ്ണ. പിന്നെ മൂന്നാമത്തെ ബോളിൽ കുൽദീപ് യാദവാണ് സ്ട്രൈക്ക് ചെയ്യുന്നത്. അദ്ദേഹം സിംഗിൾ ഓടി. അപ്പോൾ 4-ാം ബോള് മില്ലർ 6 അടിച്ചു. പിന്നെ 2 ബോളിൽ 2 റണ്ണ് മതിയായിരുന്നു ജയിക്കാൻ. എന്നാൽ 5-ാമത്തെ ബോള് അദ്ദേഹത്തിന് സിംഗിൾ ഓടാൻ അവസരം കിട്ടിയായിരുന്നു. എന്നാൽ കുൽദീപിനെ കൊണ്ട് ഓടിച്ചില്ല. അദ്ദേഹത്തിന് വിശ്വാസം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഈ ബോൾ 6 അടിക്കാൻ സാധിക്കുമെന്ന വിശ്വാസത്തോടെ അദ്ദേഹം ബാറ്റ് ചെയ്യാൻ നിന്നു. എന്നാൽ ആ ലാസ്റ്റ് ബോള് സ്ലോ ബൗൺസിലിട്ട് സെക്കൻഡ് അദ്ദേഹത്തിനെ വീഴ്ത്തുകയായിരുന്നു. പിന്നെ മില്ലറിന്റെ കൈകളിലേക്ക് ബോൾ പോയി. അപ്പോൾ സിംഗിൾ ഓടാൻ നോക്കി. എന്നാൽ കുൽദീപിനെ റൺ ഔട്ട് ആക്കുകയായിരുന്നു ജോസ് ബട്ട്ലർ. അപ്പോൾ കളിയിൽ അവർ 1 റണ്ണിന്റെ തോൽവിയാണ് ഉണ്ടായത്. കളിയിൽ ഇത്രയാണ് നല്ലൊരു ഇന്നിങ്സാണ് കാഴ്ചവെച്ചത്. കളി അവരുടെ കയ്യിലാന്നു. മില്ലർ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി കറക്റ്റ് ആയിട്ട് തന്നെ പോയി. എന്നാൽ അദ്ദേഹത്തിന് ആ സിംഗിൾ ഓടാൻ ഒരു മണ്ടത്തരം കാണിച്ചുകൊണ്ട് അത് ഡൽഹി തോൽവിയിലേക്കാണ് കളി എത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ അവസാനിക്കുന്നു. ഈ ക്രിക്കറ്റ് ലോകത്തിന് കൂടുതൽ വാർത്താ അറിയിപ്പുള്ള ഈ ക്രിക്കറ്റ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു പിന്നെ